പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം. ഇന്നത്തെ നമ്മുടെ വിഷയം ഗസ്വത്ത് ബദർ എന്നുള്ളതാണ്. ബദർ എന്ന് കേട്ടപ്പോ എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വിഷയം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഗസ്വത്ത് എന്ന വാക്ക് പരിചയമില്ലെങ്കിലും, അതായത് ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നത് യുദ്ധങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ചരിത്രമാണ്. മുസ്ലിം സമൂഹം ആക്ഷേപിക്കപ്പെടുന്നത് യുദ്ധങ്ങൾ കൊണ്ട്, ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ആക്ഷേപം തന്നെ യുദ്ധങ്ങൾ കൊണ്ട് സ്ഥാപിതമായ മതമാണ് ഇസ്ലാം എന്നുള്ളത്. വാളുകൊണ്ട് സ്ഥാപിച്ചെടുത്ത മതമാണ് ഇസ്ലാം എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു യുദ്ധമാണ് ഗസ്വത്ത് ബദർ. കാരണം ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ കച്ചവട ആവശ്യാർത്ഥം പോകുമ്പോൾ അവരെ ഒളിഞ്ഞിരുന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചതിനെ കുറിച്ച് ആണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു യുദ്ധമാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ബദർ യുദ്ധം എന്ന് പറയുന്നത്. പൊതുവെ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് അത് തന്നെയാണ്. വാളുകൊണ്ട് സ്ഥാപിതമായ മതമാണ് ഇസ്ലാം എന്നുള്ളത്. അതിന്റെ ചില സ്ഥലങ്ങളിൽ അതിന്റെ ചിഹ്നമൊക്കെ സൂചിപ്പിക്കുന്നത് അതിനെയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ വായന എന്ന് പറയുന്നത് ആത്മീയമായ വായനയാണ്. അത് പദാർത്ഥപരമല്ല, ചരിത്രപരമല്ല. ഖുർആൻ ഒരു ആത്മീയ ഗ്രന്ഥമാണ് എന്നാണ് നമ്മുടെ മനസ്സിലാക്കൽ, നമ്മുടെ ബോധ്യം. അതാണ്. അത് ഒരു ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടതല്ല. വർഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ ബോധ്യപ്പെട്ട കാര്യം. ഗസ്വത്ത് എന്ന വാക്ക് തന്നെ ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഗസ്വത്ത് എന്ന വാക്ക് തന്നെ തെറ്റാണ്. കാരണം അത് അങ്ങോട്ട് ആക്രമിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ഖുർആൻ ഹർബ് യുദ്ധം എന്നുള്ള അർത്ഥത്തിനല്ല. ഇനി ഹർബ് പറഞ്ഞാലും ഇത്രയും മാരകമാവുകയില്ല ഗസ്വത്ത് എന്ന വാക്കിനോളം. കാരണം ഗസ്വത്ത് എന്ന് പറഞ്ഞ വസ എന്ന് പറഞ്ഞ ആക്രമിച്ചു എന്നാണ്, അങ്ങോട്ട് ആക്രമിക്കുന്നതാണ്. നമുക്ക് പറയാനുള്ളത് ആ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. ഖുർആനിൽ യുദ്ധങ്ങളെ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. കാരണം ഖിത്താൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മലക്കുകൾ ഇറങ്ങി 3000-ഉം 5000-ഉം മലക്കുകൾ ഇറങ്ങുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 3000-ഉം 5000-ഉം മലക്കുകൾ ഇറങ്ങിയിട്ടും 70ഓളം നിഷേധികളെ മാത്രമേ പിടിച്ചു കെട്ടാനോ കൊല്ലാനോ സാധിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ആ യുദ്ധത്തിന്റെ കഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ ചരിത്രപരമായി, പദാർത്ഥപരമായി വായിക്കുന്ന ആളുകൾ പറയേണ്ട മറുപടികളാണ് അതൊക്കെ. അതിനൊന്നും നമുക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല നമ്മൾ. അത് ആ രൂപത്തിൽ ഖുർആനിനെ വായിച്ച ആളുകൾ മറുപടി അവര് പറഞ്ഞുകൊള്ളൂ. നമ്മൾ വായിക്കുന്നത് അതിൻ്റെ മഅരിഫത്തിന്റെ, അതിൻ്റെ ആത്മീയതയുടെ, അതിൻ്റെ ആശയപരമായ വായനയാണ് നമ്മൾ നടത്തുന്നത്. ഗസ്വത്ത് ബദർ എന്ന് ഖുർആൻ ഉപയോഗിച്ച വാക്കാണ്. എന്നാൽ ഹന്തക് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടോ? അതൊരു യുദ്ധത്തിന്റെ പേരാണല്ലോ. ഉപയോഗിച്ചിട്ടില്ല. ഉഹദ് എന്ന ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടോ? അഹദ് ഉണ്ട്, ഉഹദ് ഇല്ല, ഖുർആനിലില്ല. അപ്പൊ ഉഹദ് യുദ്ധം എന്ന് പറയുന്ന ഹർബ് ഉഹദ് അല്ലെങ്കിൽ ഗസ്വത്ത് ഉഹദ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഹർബ് ഖന്തക് അല്ലെങ്കിൽ ഗസ്വത്ത് ഖന്തക് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഖൈബർ, ഗസ്വത്ത് ഖൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഹർബ് ഖൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അഹ്സാബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്. അഹ്സാബ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ബദർ എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടോ? അതുമുണ്ട്. പക്ഷേ ഈ അഹ്സാബിനോടും ബദറിനോടും ഗസ്വത്ത് എന്നോ ഹർബ് എന്നോ വാക്ക് ചേർത്ത് പറഞ്ഞിട്ടില്ല. യുദ്ധം എന്ന് അർത്ഥം വരുന്ന ഈ രണ്ട് വാക്കുകളും ബദറിനോടും അഹ്സാബ് എന്ന വാക്കിനോടും ചേർത്ത് പറഞ്ഞിട്ടില്ല ഖുർആനിൽ. പിന്നെ എന്താണ് ബദർ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന്
എൻ്റെ സഹോദരങ്ങൾ ഇപ്പൊ ചോദിക്കും, ബദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖമർ എന്ന വാക്ക്, ഖമറിന്റെ 14-ാമത്തെ ദിവസം ആണ് പിന്നെ അത് ബദറാകുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഖമർ എന്ന ഇത് ചന്ദ്രൻ ഉദിച്ച് 14-ാമത്തെ ദിവസമാണ് അത് ബദറായി മാറുന്നത്. എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോ ഒന്നിന്റെ ഭംഗിയുടെ പൂർണ്ണതയെയാണ് അത് സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായ വെളിച്ചം നൽകുന്ന ഒന്നായി അത് മാറുമ്പോഴാണ് അത് ബദറായി മാറുന്നത്. അതുവരെ അതിനെ ഖമർ എന്നാണ് അറബിയിൽ പറയുക. ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി വജ്ഹുഹാ കൽ ബദർ എന്ന് പറയാം. അവളുടെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണെന്ന് പറയാം. ഇതേ വാക്ക് തന്നെ നബി മദീനയിൽ ചെന്നപ്പോൾ പാട്ടുപാടി അവർ സ്വീകരിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. തൊലാൽ ബദറു അലൈന എന്ന് പറഞ്ഞ് പാട്ടുപാടിയതിന് അത് ഒരു ബദർ യുദ്ധം ഞങ്ങളിൽ ഇതാ ഉദിച്ചു വന്നിരിക്കുന്നു എന്നല്ല, ആ നബിയുടെ ആ സൗന്ദര്യത്തെ അല്ലെങ്കിൽ അഴകിന് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച അജ്ഞതയിൽ നിന്ന് അവർക്ക് വെളിച്ചം വിതറാനുള്ള ഒരു പ്രവാചകനെ ആനയിച്ചുമ്പോൾ അവർ പാടിയ പാട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വാക്കുകൾ ഇവിടെയൊക്കെ പറയുന്നത് ഒരു യുദ്ധത്തെ സംബന്ധിച്ചല്ല, പൂർണ്ണതയെക്കുറിച്ച്, അതിന്റെ വെളിച്ചം അത് പൂർണ്ണമായി നൽകുമ്പോഴാണ് അത് ബദറായി മാറുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഖമറ് പിന്നെ എന്താണ് ചെയ്യുന്നത്? ഖമറ് മനുഷ്യർക്ക് വെളിച്ചം നൽകുകയാണ് ചെയ്യുന്നത്. അത് വൽ ഖമറ ഖദ്ദർനാഹു മനാസില എന്ന് സൂറത്ത് യാസീനിൽ പറയുന്നത് നമ്മൾ വായിച്ചതാണ്, പഠിച്ചതാണ്. കാരണം അതിന്റെ തനസ്സുലുൽ ഖുർആൻ പടിപടിയായിട്ടാണ് ആ ബുദ്ധി മനുഷ്യന്റെ മനസ്സിലേക്ക് നൽകുന്ന വെളിച്ചം പടിപടിയായി നൽകിക്കൊണ്ടാണ് അതിലെ വെളിച്ചം ഇരുട്ട് ഓരോന്നോരോന്നായി നീക്കി അത് പൂർണ്ണമായ ഒരു ബദറായി മാറുന്നത്. അങ്ങനെ അത് ഉർജൂൻ, അത് കയറിപ്പോവുകയാണ്, അവരുടെ റബ്ബിലേക്ക് കയറുകയാണ്. അതാണ് തഅറുജുൽ മലായികത്തു അറജ യഅറുജു, അതിൽ നിന്നാണ് ഉർജൂൻ എന്നുള്ള വാക്കുണ്ടായത്. ഒരു ഈത്തപ്പനയുടെ കുല, പഴയ ഒരു ഈത്തപ്പനയുടെ കുലയെ അല്ല അത് പറയുന്നത്. അത് തൻ്റെ പഴയ യഥാർത്ഥമായ തൻ്റെ റബ്ബിലേക്കുള്ള റുജു മടക്കമാണ്. കാരണം റജ എന്നുള്ള വാക്കും അറജ എന്നുള്ള വാക്കും ഒരേ അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, സ്ഥാനവ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ തഅറുജുൽ മലായികത്തു എന്ന് പറയുന്നത് ആ തഅറുജു അൽ മലായികത്തു വറൂഹു എന്ന് പറയുന്ന ആ തലത്തിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലെ ജ്ഞാനമെത്തിക്കുന്ന നമ്മുടെ മലക്കുകളും നമ്മുടെ ഉള്ളിലെ ജ്ഞാന ചൈതന്യവും കയറിപ്പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. ആരിലേക്ക്? റബ്ബിലേക്ക് തിരിച്ചു പോവുകയാണ്. കാരണം യഥാർത്ഥ അവന്റെ ഹക്കീക്കായ അവൻ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട് അവന്റെ ഉള്ളിലെ. ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന ഒരു റബ്ബുണ്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ. ആ റബ്ബിനെ വിട്ട് തന്റെ യഥാർത്ഥമായ ഖദമു സിദ്ഖായ സത്യത്തിന്റെ കാൽപാദം എന്ന് പറയാൻ പറ്റുന്ന ആ പഴയ യഥാർത്ഥ തന്റെ റബ്ബിലേക്കുള്ള റുജു തിരിച്ചുപോക്കാണ് അവന്റെ ഈ കയറിപ്പോകൽ. അതിന് പടിപടിയായ സ്റ്റെപ്പുകളിലൂടെയാണ് ആ കയറിപ്പോകൽ. എന്നിട്ട് അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നതാണ് അതിന്റെ ബദർ എന്ന് പറയുന്നത്. ഇപ്പോ എൻ്റെ സഹോദരങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ബദർ എന്നത് പൂർണ്ണമായ വൃത്തത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. വെളിച്ചം നൽകുന്ന പൂർണ്ണ വൃത്തമാണത്. ബദറിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് പറയുന്നത് 314 എന്നാണ്, നബി അടക്കം. ശുഹദാക്കള് 313 ശുഹദാക്കള്. അപ്പൊ ശുഹദാ എന്ന വാക്ക് തന്നെ ഖുർആനിൽ പാരമ്പര്യ അർത്ഥപ്രകാരം തന്നെ, ഞാൻ വൈജ്ഞാനികമായ മൈരിഫത്തിന്റെ ആശയപരമായ വായനയിലല്ല ഞാൻ പറയുന്നത്. ആ വാക്ക് പദാർത്ഥപരമായി പറഞ്ഞാൽ പോലും അശുഹദാ എന്നുള്ള വാക്ക് എവിടെയും ഷഹീദ്, ശുഹദാ,
ഷഹീദാകുക എന്ന് പറഞ്ഞ, ശുഹദാക്കളാകുക എന്ന് പറഞ്ഞ, നമ്മൾ അരികിൽ വെച്ച ബോർഡുകളെ കുറിച്ചല്ല പറയുന്നത്. ഇന്ന ശുഹദാക്കൾ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ രക്തസാക്ഷികളാകാം, അതെന്റെ വിഷയമല്ല. ഖുർആനിൽ എവിടെയും ശുഹദാ എന്ന വാക്ക്, ഷാഹിദ് എന്ന വാക്ക്, ഷഹീദ് എന്ന വാക്ക് ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളാവുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നേയില്ല. മറിച്ച് ജീവിത സാക്ഷികളാവുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അവര് ലോകത്തിന് ജീവിച്ച് സാക്ഷികളാവുകയാണ്. ഈ ആശയത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളാവുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അതാണ് ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ എന്ന് പറയുന്നത്. അം കുന്തും ഇത് ഹലറ യാക്കൂബൽ അം കുന്തും ശുഹദാ ഇത് ഹലറ യാക്കൂബൽ മൗത്തു എന്ന് പറയുന്ന ആ വചനത്തിലും ശുഹദാ. അങ്ങനെ ശുഹദാ എന്ന വാക്ക് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ രക്തസാക്ഷികൾ എന്നല്ല, ജീവിക്കുന്ന സാക്ഷികളായി തീരുക എന്നാണ് അതിന്റെ അർത്ഥം. മഖ്തൂലീങ്ങൾ എന്നല്ല എന്നർത്ഥം. കൊല്ലപ്പെട്ടവർ എന്നോ യുദ്ധത്തിൽ പങ്കെടുത്തവർ എന്നോ രക്തസാക്ഷികൾ എന്നോ ആ വാക്കിന് അർത്ഥമില്ല. അപ്പോ ഒരു ജ്ഞാനത്തിന്റെ പൂർണ്ണതക്ക് സാക്ഷികളായ, ജീവിത സാക്ഷികളായ ആളുകളെ കുറിച്ചാണ് ആ പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ 314 ഒരു പൂർണ്ണ വൃത്തത്തിന്റെ വിസ്തീർണം ഒരു വിദ്യാർത്ഥി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവൻ ചെയ്യുക അതിന്റെ 6ഉം എച്ചും പൈ എന്നതിനോട് ഗുണിച്ചുകൊണ്ടാണ് അതിന്റെ വിസ്തീർണം കണ്ടെത്തുക എന്നുള്ളത് നമുക്കറിയാം. കണക്കിലെന്തെങ്കിലും ഫോർമുലയിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നാണ് അത് പറഞ്ഞത്. പക്ഷെ അതിലൊരു എച്ച് ഉണ്ട്, പൈ ഉണ്ട് എന്ന് എനിക്കറിയാം. ഈ പൈ എന്നുള്ളതിന്റെ വിലയും കൂടി കൂട്ടിയിട്ടാണ് അതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ പൈ എന്നുള്ളതിന്റെ വില 303.14 ചില ആളുകൾ പറയും ഇതൊക്കെ യാദൃശികമായി വന്നതായിരിക്കും, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുക, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. പക്ഷേ ഇതിലെ അനവധി കണക്കുകളിലൂടെ കടന്നുപോയ, അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിൽ ഒരുപാട് കണക്കുകളുടെ ചില യാദൃശികതയാണെങ്കിൽ പോലും ചില യാഥാർത്ഥ്യങ്ങൾ അവയിലുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് ചില വാക്കുകൾ ഒരേ കണക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്, വിപരീത വാക്കുകൾ. ഇപ്പൊ അൽ ഹസനാത്ത് എന്ന വാക്ക് എത്ര വട്ടം ഉപയോഗിച്ചോ അതേ വട്ടമാണ് അൽ അസ്സയ്യിആത്ത് എന്ന് ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. 1 അല്ല, 10 അല്ല, 100 അല്ല, 200 അല്ല, അതിന്റെ അപ്പുറം നിരവധി വാക്കുകൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും, വെറുതെ പറയുന്നതല്ല. അപ്പോ ഒരു ഒരു പൂർണ്ണമായ വിസ്തീർണത്തിലേക്ക് എത്താനാണ് ഈ 3.14. അതിന്റെ മുഹീത്ത്, അതിന്റെ പൂർണ്ണമായ തലത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ്. അതിന്റെ ഒരു വൈജ്ഞാനികമായ, അതിന്റെ ആശയപരമായ തലമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ ഖമറിന്റെ മനാസിലുകൾ കഴിഞ്ഞ്, കാരണം അത് തനസുലുൽ ഖുർആനാണ്, ഇവന്റെ മനസ്സിലെ ഇരുട്ടുകൾ ഓരോന്നും നീക്കാനായി അവന്റെ ബുദ്ധി അവനിലേക്ക് ഇറക്കി കൊടുക്കുന്ന ഖുർആനുകളാണ് അത്. തനസുലുൽ ഖുർആനാണ് മനാസിൽ. ആ ഖമർ എവിടെ നിന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ ആ ഖമറിന്റെ തുടക്കം ഇബ്രാഹിമിൽ നിന്നാണ്. ഇബ്രാഹിമാണ് ആദ്യം ഖമറിനെ മനസ്സിലാക്കുന്നത്, തൻ്റെ ഉള്ളിലെ ഖമറിനെ കാണുന്നത്. ഇതൊക്കെ നമ്മളിലാണ്. ഖമറായാലും ഷംസായാലും നുജൂമായാലും അതുപോലെ തന്നെ ആണായാലും പെണ്ണായാലും കുരങ്ങായാലും നായയായാലും അങ്ങനെയെല്ലാം മനുഷ്യന്റെ ഉള്ളിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അതാണ് ഈ ഖുർആൻ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഒരാളിൽ നിന്നല്ല, അനേകായിരം ആളുകളിൽ നിന്ന് മനസ്സിലായ, ആയിരം ഒന്നും പറയണില്ല, അനേകം ആളുകളിൽ നിന്ന് മനസ്സിലായതും അനേക ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലായതുമാണ് ഈ സത്യം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഖമറിനെ ആദ്യം കാണുന്നത്
തന്റെ ഉള്ളിൽ തനിക്ക് വെളിച്ചം നൽകുന്ന ഖമറിനെ ആദ്യം കാണുന്നത്, റബ്ബായി കാണുന്നത് ഇബ്രാഹിമാണ്. അത് യഥാർത്ഥ റബ്ബല്ല എന്ന് തിരിച്ചറിയാണ്. അത് ഒരു വഴികാട്ടി മാത്രമേ ആകുന്നുള്ളൂ എന്ന് തിരിച്ചറിയാണ്. അവിടെ നിന്ന് പിന്നീട് കാണുന്നത് ആ ഖമറിനെയും ഷംസിനെയും കൗക്കബിനെയും കാണുന്നത് പിന്നീട് യൂസുഫാണ്. അതിനുശേഷം പിന്നെ കാണുന്നത് മൂസ കണ്ടു എന്ന് പറയുന്നതില്ലെങ്കിലും അതുമായി ബന്ധമുണ്ട്. കാരണം അൽ കിതാബുല്ലദീ ജാഅ ബിഹി മൂസ എന്ന് പറയുന്നത് നൂറൻ എന്ന് പറഞ്ഞിട്ടാണ്. മൂസ കൊണ്ടുവന്ന അൽ കിതാബ് നൂറൻ, നൂറായിട്ട് കൊണ്ടുവന്ന നൂറൻ, അത് ലോകത്തിന് നൽകുന്ന വെളിച്ചമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേ നൂറൻ എന്നുള്ള വാക്ക് തന്നെയാണ് വജഅലൽ ഖമറൻ ഫീഹിന്ന നൂറ എന്ന് പറയുന്നത്. അപ്പോ മൂസക്ക് ലഭിച്ച അറിവിന്റെ ജ്ഞാനത്തിന്റെ അത് നൂറാണെന്ന് പറയുന്നത് ഈ ഖമർ മൂസൽ അഖല്, മനുഷ്യ ബുദ്ധിയെ സൂചിപ്പിക്കുന്ന മൂസ ഇറക്കിക്കൊടുത്ത ആ മൂസക്ക് കിട്ടിയ ജ്ഞാനത്തിന്റെ വെളിച്ചം തന്നെയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നീട് അത് അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈസയിലാണ്. ഈസയിലാണ് ആ ഖമർ ചെന്ന് അവസാനിക്കുന്നത്. കാരണം ഖമർ ഇഖ്തറബത്തി സ്സാഅത്തു വൻഷഖൽ ഖമർ എന്ന് ഖുർആൻ പറയുന്നുണ്ട് അൽ ഖമറിന്റെ തുടക്കത്തിൽ. കാരണം അസ്സാഅത്ത് എന്ന് പറയുന്നത് ഈസയുടെ അറിവാണ്. ഇത് നമ്മൾ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. കാരണം വഇന്നഹു ലഇൽമുസ്സാഅത്തി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈസ ഇൽമുസ്സാഅത്താണ്, അസ്സാഅത്തിലേക്ക് എത്തിയ അറിവാണ് ഈസയുടേത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ സഈ ചെയ്ത്, അതാണല്ലോ ഈസ, ഐന് സീന് യാ, അതേ അക്ഷരങ്ങൾ തന്നെയാണ് സഈ എന്നതിന് ഉപയോഗിക്കുന്നത്. ഒരാള് സഈ ചെയ്ത് ലഭിക്കുന്ന അറിവാണ് അവന്റെ ഇൽമുസ്സാഅത്ത്, അസ്സാഅത്തിന്റെ അറിവ്. അതാണ്, അത് ഈസയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ആ സാഅത്തിലേക്ക് അടുത്തപ്പോഴാണ് ആ ഖമറിന് വഹിക്കാൻ പറ്റുന്ന പരമാവധി ആ ഖമർ അതിന്റെ വെളിച്ചം നൽകിയത്. ഇതാണ് അതാണ് ഈസയിലാണ് നിഹായത്ത്, അതിന്റെ അവസാനം ഈസയിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗസ്വത്ത് ബദർ എന്നല്ല, മറിച്ച് ഖുർആൻ പറയുന്നത് വലഖദ് നസറക്കുമുല്ലാഹു ബി ബദരിൻ, ബദർ കൊണ്ട് നിങ്ങളെ സഹായിച്ചു എന്നാണ്. ബദറിൽ സഹായിച്ചു എന്നല്ല. നിങ്ങൾ നോക്കൂ, വലഖദ് നസറക്കുമുല്ലാഹു ഫി മഅറകത്തി ബദരിൻ, ബദർ പോർക്കളത്തിൽ വെച്ച്, അല്ലെങ്കിൽ വലഖദ് നസറക്കുമുല്ലാഹു ഫി മക്കാനി ബദരിൻ, ബദർ എന്ന സ്ഥലത്ത് വെച്ച്. വേണ്ട, അതും വേണ്ട. വലഖദ് നസറക്കുമുല്ലാഹു ഫി ബദരിൻ, ബദറിൽ വെച്ച്, അല്ലെങ്കിൽ വലഖദ് നസറക്കുമുല്ലാഹു ഫി ഗസ്വത്തി ബദരിൻ, ബദർ യുദ്ധത്തിൽ വെച്ച് അള്ളാഹു നിങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ഖുർആൻ പ്രയോഗിച്ചില്ല. മറിച്ച് ഖുർആൻ പറഞ്ഞത് വലഖദ് നസറക്കുമുല്ലാഹു ബി ബദരിൻ എന്നാണ്. നിങ്ങളെ ബദർ കൊണ്ട് സഹായിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായ വെളിച്ചം നൽകുന്ന അറിവിന്റെ ആ വൃത്തമാണത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ വലഖദ് നസറക്കുമുല്ലാഹു ഫീ ബദരിൻ എന്നെങ്കിലും പറയാമായിരുന്നു ഖുർആനിൽ. അതുപോലും പറഞ്ഞില്ല. മക്കാന് വിടാം, സ്ഥലം വിടാം, അല്ലെങ്കിൽ ഗസ്വത്ത് വിടാം, അല്ലെങ്കിൽ ഹർബ് വിടാം, ഇതൊക്കെ വിടാം. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വഹദില്ല, ഖന്ദക്കില്ല, ഖൈബർ എന്ന വാക്ക് പോലും ഇല്ല. പിന്നെയുള്ളത് അഹ്സാബ് എന്നുള്ളതാണ്. ഈ അഹ്സാബ് എന്ന് പറയുന്നത് ഫിർഔനും ഫിർഔനിന്റെ ഉള്ളിലെ ആളുകളുമാണ് അഹ്സാബ്. ഫിർഔനിന്റെ സൈന്യം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലെ പകയും വിദ്വേഷവും അസൂയയും കിബറും അഹങ്കാരവും ശത്രുതയും എന്തൊക്കെയുണ്ടോ അവന്റെ ഉള്ളിൽ ആ ഗുണങ്ങൾ, അതാണ് അവന്റെ ജുനൂദുകൾ. അത് അവസാനിക്കുക, അവരെയാണ് അഹ്സാബ് എന്ന് പറയുന്നത്. അതാണ് ഹിസ്ബു ഷൈത്താൻ. ആ അഹ്സാബ്, അതിനെയാണ് അഹ്സാബ് എന്ന് പറയുന്നത്.
ആ അഹ്സാബ് യഥാർത്ഥമായ റബ്ബിലേക്ക് ഒരു മനുഷ്യൻ കയറിപ്പോവുകയും അവിടേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലെ അഹ്സാബ്, അവന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ആ അഹ്സാബുകൾ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ യുദ്ധത്തിൽ ജയിക്കുന്നത് നന്മയാണ്. കാരണം അവന്റെ യഥാർത്ഥ റബ്ബിലേക്ക്, ഇന്ന ഇലാ റബ്ബിക റുജ്അ എന്ന് പറയുന്നല്ലോ, ആ യഥാർത്ഥ റബ്ബിലേക്ക് അവൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകുന്ന വേളയിൽ ഒരു മനുഷ്യന്റെ മനസ്സും ചിന്തയും അവന്റെ റൂഹുമൊക്കെ യഥാർത്ഥമായ അവന്റെ റബ്ബിലേക്ക് ഉറൂജാവുമ്പോൾ, അല്ലെങ്കിൽ റുജ്അയാവുമ്പോൾ, ഒരേ വാക്കാണ് റുജ്അ അല്ലെങ്കിൽ ഉറൂജ്, കയറിപ്പോകുമ്പോൾ അവന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെ തിന്മയുടെ ചിന്തകളുണ്ടോ, അല്ലെങ്കിൽ ഫിറഔനിന്റെ ചിന്തകളുണ്ടോ, അതെല്ലാം അവിടെ ഇല്ലാതായി തീരുകയാണ്. അവിടെയാണ് അഹ്സാബ് എന്ന് പറയുന്ന ആ സഖ്യകക്ഷികൾ അവസാനിക്കുന്നത്. അല്ലാതെ ഒരു യുദ്ധത്തിന് വന്ന സഖ്യകക്ഷികളല്ല. എത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനിയും യുദ്ധമാണ് വേണ്ടതെങ്കിൽ, യുദ്ധം പറയുന്ന ഗ്രന്ഥമാണ് ഇതെന്ന് പറയുകയും ഇതിനെ ചരിത്രപരമായി വായിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ പിറകെ പോകാം. ഈ വായന നിങ്ങൾ വിട്ടേക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സലാം.